എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കാണ് തയ്യാറാക്കുന്നത്. കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു കേക്കാണിത്. അപ്പം നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്ക് കൂടിയാണ്. അപ്പോൾ നമുക്കിത് ഓവനിലോ അല്ലാതെ സ്റ്റൗ ടോപ്പിലോ ഒക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മളിത് ചെയ്യുന്നത് 2 സ്റ്റെപ്പായിട്ടാണ്. ആദ്യം ഇതിനുള്ള കാരമൽ സോസ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് പൈനാപ്പിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പിൽ കേക്ക് തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയുന്നവരൊക്കെ ആയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്ന് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം സൈഡിലും അതുപോലെ അടിയിലും ഒരല്പം ബട്ടർ തടവിയതിന് ശേഷം പാർച്ച്മെൻറ്റ് പേപ്പർ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കാരമൽ സോസ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കുക. കാരണം നമ്മൾ ചൂടായിട്ടുള്ള കാരമൽ സോസ് അപ്പോൾ തന്നെ ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് കാരമൽ സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പം ഒരു ചൂടായിട്ടുള്ള പാനിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. അതിൽ കൂടുതൽ പഞ്ചസാര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് ഒരു ഓവർ സ്വീറ്റ്നെസ് വരും. ഇനി ഇത് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. ഈ പഞ്ചസാരയ്ക്ക് ഒന്ന് ഉരുകി സൈഡിൽ ഇതുപോലെ ഒരു കളർ ചേഞ്ച് വന്നതിന് ശേഷം മാത്രം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ കാരമൽ സോസ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് കളറ് മാറി ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വരും. ചെറിയൊരു കയ്പും വരും നമ്മുടെ സോസിന്. അപ്പോൾ നമ്മുടെ കേക്കിനും ആ ഒരു കയ്പ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു കളർ വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 25 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽറ്റാക്കി ഈ പഞ്ചസാരയിലേക്ക് ചേർത്ത് നല്ലൊരു സോസ് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ അപ്സൈഡ് ഡൗൺ കേക്കൊക്കെ ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ സോസ് തയ്യാറാക്കുന്നത്. നമ്മളിവിടെ സാധാരണ വൈറ്റ് ഷുഗർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ തന്നെ നമ്മളിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ആ കേക്ക് ടിന്നിൻ്റെ എല്ലായിടത്തും ആവുന്നത് പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി ഉള്ളതൊക്കെ ബേക്കായി വരുമ്പോഴേക്കും നന്നായിട്ട് സ്പ്രെഡായി വന്നോളും. ഈ സോസ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് കട്ടിയായി പോകും. അപ്പം ഉടനെ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പൈനാപ്പിളിൻ്റെ പീസ് വെച്ച് കൊടുക്കണം. അപ്പം നമുക്ക് ഒന്നെങ്കിൽ ക്യാൻഡ് പൈനാപ്പിൾ ഉപയോഗിക്കാം, അല്ലെ ഫ്രഷ് പൈനാപ്പിൾ ഉപയോഗിക്കാം. ഞാനിവിടെ ക്യാൻഡ് പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ സ്ലൈസ്ഡ് പൈനാപ്പിൾ ഇൻ സിറപ്പ് എന്നും പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഇത് 140 ഗ്രാമിൻ്റെ ഒരു ക്യാനാണ്. ഇതിൽ 4 സ്ലൈസ് പൈനാപ്പിളാണുള്ളത്. ഫ്രഷ് പൈനാപ്പിൾ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇത് ക്യാൻഡ് പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ അത് ഒരു സിറപ്പിലാണല്ലോ കിടക്കുന്നത്. അതൊന്ന് ഇതുപോലെ ഒന്ന് ഒപ്പിയെടുത്തിട്ട് വേണം നമ്മൾ കേക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് 2 സൈഡും ഒന്ന് ഒപ്പി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ആ ക്യാനിൽ നിന്ന് 3.5 സ്ലൈസ് പൈനാപ്പിളാണ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള 1/2 സ്ലൈസ് ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓരോ സ്ലൈസിൻ്റെയും നടുവിൽ ഞാൻ ഇതുപോലൊരു ചെറിയ പീസ് ഗ്ലേസ്ഡ് ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് വെക്കണമെന്ന് നിർബന്ധവുമില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക്, അതായത് കേക്ക് തയ്യാറാക്കുന്നതിലേക്ക് കടക്കാം. ഇത് 1 കപ്പ് മൈദയാണ്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പം ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ 1-2 പ്രാവശ്യം അരിച്ചെടുത്തുകൊണ്ട് മിക്സ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഒരു വലിയ ബൗളിലേക്ക് 100 ഗ്രാം പ്ലസ് 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ഈ ബട്ടർ നല്ല ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീമി പരുവത്തിലേക്ക് ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 2 മുട്ട ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പം 1 മുട്ട ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ മുട്ട ചേർത്ത് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി.
അപ്പോൾ രണ്ടാമത്തെ മുട്ടയും നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് യോജിപ്പിച്ചിട്ടിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു പൈനാപ്പിൾ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ആ പൈനാപ്പിൾ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ എസൻസ് ഇല്ലെങ്കിൽ വാനില എസൻസ് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെച്ചത് കുറച്ചായിട്ട് ചേർത്ത് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബീറ്ററിൻ്റെ ആവശ്യം ഇനിയില്ല. ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് മെല്ലെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ നല്ല ഈവനായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചായിട്ട് ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതിൽ പൈനാപ്പിൾ ഫ്ലേവറൊക്കെ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ മാവ് ചിലപ്പം ചെറുതായിട്ടൊരു കേർഡിലായ പോലെയൊക്കെ നമുക്ക് തോന്നും. അതൊന്നും കുഴപ്പമില്ല. കേക്ക് ബേക്കായി വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് തിക്കാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ആ ക്യാനിൽ നിന്നുള്ള പൈനാപ്പിൾ സിറപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പൈനാപ്പിൾ സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫ്രഷ് പൈനാപ്പിൾ ആണ് എടുക്കുന്നതെങ്കിൽ പൈനാപ്പിൾ സിറപ്പിന് പകരമായിട്ട് പൈനാപ്പിൾ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ആ സിറപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിന് വേണ്ടുന്ന ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ ലൂസ് ആവേണ്ട ആവശ്യമില്ല, കൂടുതൽ തിക്കായി പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരത്തെ പൈനാപ്പിൾ പീസൊക്കെ വെച്ചിട്ട് കാരമൽ സോസിൽ സെറ്റാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ സമയം കൊണ്ട് കാരമൽ സോസൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ കേക്ക് ബാറ്റർ മുഴുവൻ ഒഴിച്ച് സ്പാച്ചുല വെച്ചിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം 1-2 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കളയുക. എന്നിട്ട് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കൺവെക്ഷൻ ഓവൻ 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെച്ച് കൊടുത്ത് 180 ഡിഗ്രിയിൽ തന്നെ 30 മുതൽ 40 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റൗ ടോപ്പിൽ വേണമെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു സ്ക്യൂർ ഇതുപോലെ കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കറക്റ്റായിട്ട് ബേക്കായി എന്നാണ് അർത്ഥം. തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പം മുകളിൽ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആ പാത്രത്തിലേക്ക് അതങ്ങ് വീണോളും. ആ കാരമൽ സോസൊക്കെ ഒരേപോലെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട്. എന്നാൽ ഓവറായിട്ടുള്ളൊരു കളറോ ഒന്നുമില്ല. നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടാവും എത്ര സോഫ്റ്റ് ആണെന്ന്. അതുപോലെ തന്നെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കൂടിയാണ്. ആ ഒരു കാരമലിൻ്റെയും പൈനാപ്പിളിൻ്റെയൊക്കെ ആ ഫ്ലേവർ നല്ല ഈവൻ ആയിട്ട് ബാലൻസ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ടേസ്റ്റി കേക്കാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സും എന്നെ അറിയിക്കാൻ മറന്നു പോകണ്ട. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.